ഫ്ലൈറ്റിലാണുള്ളത്. ഇതിപ്പോൾ എന്താ വ്ളോഗ് എന്നറിയോ, നമ്മളിന്ന് തായ്ലൻഡ് ട്രിപ്പിന് പോവാണ്. സോ ഇത് ഡേ 1 തായ്ലൻഡ് ട്രിപ്പ് വ്ളോഗായിരിക്കും. ഇത് കാണുന്ന പോലെ രാത്രിയായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. പിന്നെ നമ്മൾ ഈ ഒരു ടൂർ കൊണ്ടുപോകുന്നത് മൈ ട്രാവൽ ഗ്രൂപ്പാണ്. നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ഡേ എങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്ലേസസാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈഗർ പാർക്ക്, പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, അതുപോലെ തന്നെ അൽക്കാസ ഷോ ഇൻ പട്ടായ. അപ്പോൾ ഈ വ്ളോഗിലൂടെ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഹോട്ടൽസും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന റൂംസും പിന്നെ നമ്മുടെ ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ ഓൾ ഇൻ ഓൾ തായ്ലൻഡ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ വെളുപ്പിനെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ തായ്ലൻഡിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായി. നല്ല ക്ഷീണമുണ്ട്. ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബസ്സിൽ വന്ന് കളക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു തായ് കോർഡിനേറ്റർ ഉണ്ട്, പുള്ളിക്കാരത്തിയാണ് നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് ബസ്സിൽ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ബസ്സിൽ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് യാത്ര ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു തായ് കോർഡിനേറ്ററിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. To buy extra ticket. So they have giant tiger, very small tiger, is many package inside. The price have to check over there. Any trash, tissue paper or anything, 2,000 baht fine. Lucky no one see, but if someone need it, for our hotel room we provide water in the room, and in breakfast they will open soon also. You can. ഇത് നമ്മുടെ ബാങ്കോക്കുള്ള ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്നത്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും നമ്മൾ നേരെ പട്ടായക്ക് പോകുന്നത്. റൂം ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂം ആദ്യം കാണിച്ചു തരാം. നമ്മുടെ റൂമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമായിരുന്നു. ആ ബെഡ് സൈഡിലുള്ള ആ വ്യൂ ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. ഈ റൂമിൻ്റെ ഇവിടുന്ന് നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു വ്യൂവും കൂടെ കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പൂളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ടായി. പിന്നെ നമ്മുടെ വാഷ്റൂമിലായാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ്. ഇവിടുന്ന് നമ്മൾ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ നേരെ പട്ടായ്ക്ക് വിടുന്നത്. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ചൊന്ന് റെഡി ആവട്ടെ. നമുക്ക് പേസ്റ്റും ബ്രഷും ഒക്കെ തന്നിട്ടുണ്ട്. സോ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തേക്കാം. ടോയ്ലറ്ററീസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരെ പല്ലൊക്കെ തേച്ച് റെഡി ആവുകയാണ്. ഇവിടെ കോഫി ഉണ്ടാക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടയേർഡായ സ്ഥിതിക്ക് ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ചു. നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞു കേട്ടോ. ഈ ഒരു സ്റ്റീമറിൽ വെച്ച് നമുക്ക് ആ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത്രയും സാധനങ്ങളുണ്ട്, നമുക്കെല്ലാം പഠിച്ചിടാം ഒന്നൊന്നായി. We just made the best cup of coffee. നോക്ക്, ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കുറേ നേരത്തെ ഇങ്ങനെ ഇരിപ്പുണ്ടായിട്ടോ. കാരണം നമുക്ക് 10:30ക്കാണ് റൂം ചെക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കുറേ ടൈമിന് ലെഫ്റ്റ് ഉണ്ടായിരുന്നു. ഈ റൂമിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ റൂമിലത് ഈ ഒരു ഏരിയ ആണ് ഗൈസ്. ഇവിടെ നമുക്ക് ഇരിക്കാം. നമ്മളിപ്പോൾ ഇത് പോണത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ നമുക്കിവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയുള്ളതെന്ന്. ഇതാണ് എഗ്, ഫ്രൈഡ് എഗ്. ഓക്കെ, ഇവിടെ നമുക്ക് സോസ്, ചില്ലി സോസും ടൊമാറ്റോ സോസും വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പോർക്കാണ് വരുന്നത്. ഇവിടെ എനിക്കൊരു ഫ്രഞ്ച് ടോസ്റ്റ് വരുന്നുണ്ട്. സോ ഞാനൊരു ഫ്രഞ്ച് ടോസ്റ്റാണ് എടുക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് മാത്രമല്ല, കുറേ സൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ പോർക്കിൻ്റെ സൂപ്പാണ് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് വെജും നോൺ വെജും ഒക്കെ ഉണ്ട്. ജാമുണ്ട്, പൈനാപ്പിൾ ജാമുണ്ട്. ബ്രെഡ് ഉണ്ട്. പാൻ കേക്ക് എടുത്ത് വെച്ചിട്ട് ഈ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. നമ്മൾ ഏത് ഹോട്ടലിൽ പോയി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ആയിട്ട് അവർ വെക്കുന്നുണ്ടാവുക ഡ്രാഗൺ ഫ്രൂട്ടും വാട്ടർമെലനും ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് ഇവിടെ സാലഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. ഇത് കാണുന്ന പോലെ ഈ ടൊമാറ്റോ ഒക്കെ ഇവർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു എഗ് റൈസ്, ഗീ റൈസ്, നോർമൽ റൈസ്, അതെല്ലാം ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ കഴിക്കാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിലില്ലാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി കഴിച്ചത് അത് നമ്മുടെ വാഫിൾസ്, കപ്പ് കേക്ക്സ്, പാൻ കേക്ക്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതെല്ലാം ഞാൻ കുറേ കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ദിസ് വാഫിൾ വാസ് സോ ഗുഡ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഐസ്ക്രീമും ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതും ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ടായി.
അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ പോകുന്നത് പട്ടായയിലേക്കാണ്. നമ്മളിവിടുന്ന് ബസ് റൈഡാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ബസ്സിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ബസ്സിൽ നമ്മൾ നേരെ പട്ടായയ്ക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ടൈഗർ പാർക്കിൽ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ടൈഗർ പാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഫോട്ടോ ഒക്കെ ഇവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായി. ഞാൻ ഈ എക്സൈറ്റഡ് ആവണം എന്ത് കാണിക്കാനെന്നറിയോ? ക്യൂട്ട് കുഞ്ഞു കപ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഇവർ ഈ ടൈഗേഴ്സിനെയൊക്കെ നോക്കുന്നത് കണ്ടാൽ നമുക്ക് ഒരു ബേബീനെ മാതിരിയാണ് നോക്കണത്. ഇതിനെയൊക്കെ ഭയങ്കര രീതിയിൽ കെയറൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നോക്കണത്. നല്ല രസമാണ് ഇവർ ഈ ഒരു കുഞ്ഞു കബ്സുമായിട്ടൊക്കെ ഇടപഴകുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഈ ഓരോരുത്തരുടെ ഔട്ട്ഫിറ്റ്സ് കാണിച്ചു തരാം. അതിൻ്റെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഇത് രണ്ടുപേരും നല്ല ബാഡീസ് ആയിട്ടൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇൻ പട്ടായ. ഇവിടെ നമുക്ക് ആക്ച്വലി ഇവരൊരു ബോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് ട്രാവൽ ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് നല്ല രസമാണ് ആക്ച്വലി കാണാനായിട്ട്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നാണല്ലോ പേര്. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് തന്നെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബോട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പോകാനും ഇതുപോലെ തന്നെ ഈ സൈഡിലെ വ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ മെയിനായിട്ട് ഈ മാർക്കറ്റ്സും കാര്യങ്ങളാണ് വരുന്നത്. കുറേ സീ ഫുഡും കാര്യങ്ങളൊക്കെ ഇവരവിടെ സെല് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ദേ നോക്കി നടക്കുന്നതൊക്കെ അതാണ് കേട്ടോ. പട്ടായ റൂം നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സൈഡിലായിട്ട് ഇത് ഇങ്ങനെ ഒരു ലാർജ് വിൻഡോ വരുന്നുണ്ട്. പിന്നെ 2 ബെഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഫ സെറ്റ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഒരു വാഷ്റൂമാണ് ഉള്ളത്. നല്ല രസമുള്ള ഒരു മിനിമൽ സെറ്റപ്പിലാണ് കേട്ടോ ഈ റൂം വന്നിട്ടുള്ളത്. എന്താ വെച്ചു ചിക്കൻ കറി, ചോറ്, പപ്പടം. ചിക്കൻ കറി ചോറൊന്നല്ല കേട്ടോ. ഇവിടെ ഇന്ത്യൻസ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യൻ ഫുഡാണ്. പിന്നെ ഇത് ഐസ്ക്രീമൊക്കെ എല്ലാ ഫുഡിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മളിത് അൽക്കാസ് ഷോ കാണാൻ വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര അടിപൊളിയാണ്. എൻ്റെ ഫേവാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ആക്ച്വലി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫായി, കാരണം നമ്മൾ ഒരുപാട് ടയർഡായി പോയി. ഇനി അടുത്ത വ്ളോഗുമായിട്ട് ഞാൻ വരുന്നുണ്ടാവും. Day 2 in Thailand. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.